ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹെൽത്തി ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു കാര്യമായിരിക്കും ഓട്സ്. ഓക്കെ, അതൊരു വലിയ വിഷയമല്ല. ഓട്സ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. നിങ്ങൾ ഏത് തരം ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്, അതാണ് എൻ്റെ ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഓട്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പോറിഡ്ജ് ആയിട്ട് കഴിക്കുന്നവരുണ്ടാവും, ഡ്രൈ ഫോമിൽ കഴിക്കുന്നുണ്ടാവും. ഡ്രൈ ഫോം എന്ന് പറയുമ്പോൾ പോഹ പോലെ, ഉപ്പുമാവ് പോലെ, ചിലർ ഓട്സ് മാത്രം വെച്ച് പുട്ടുണ്ടാക്കി കഴിക്കുന്നവരുണ്ട് കേട്ടോ. സോ ഇതെല്ലാം എടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുക, ഇപ്പം നിങ്ങൾക്ക് ചിലർ വെയിറ്റ് ലോസിനായിരിക്കും, ചിലർ ഷുഗർ കൺട്രോൾ ചെയ്യാനായിരിക്കും, ചിലർ കൊളസ്ട്രോൾ കുറയ്ക്കാനായിരിക്കും, അങ്ങനെ പല കാര്യം, വെയിറ്റ് കൂട്ടാനും ഓട്സ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ പർപ്പസ്? അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓട്സ് ഏതൊക്കെ ടൈപ്പാണുള്ളതെന്ന് നോക്കാം. സാധാരണ പ്ലെയിൻ ഓട്സ്, അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനടുത്തും ഞാൻ സംസാരിക്കുമ്പോൾ ഒരു 80% ആൾക്കാരും ഉപയോഗിക്കുന്നത് നോർമൽ പ്ലെയിൻ ഓട്സ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോൾഡ് ഓട്സ് ഓട്സിൻ്റെ ഹോൾ ഗ്രെയിൻ ആണ്, മീൻസ് മുഴുവൻ രൂപമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ വീറ്റ് ബ്രോക്കനും മുഴുവൻ ഗോതമ്പുമില്ലേ, മീൻസ് നമ്മുടെ നറുക്ക് ഗോതമ്പില്ലേ, അത് മുഴുവൻ ഗോതമ്പ്. മുഴുവൻ ഗോതമ്പിൻ്റെ ഒരു പാർട്ടാണല്ലോ ഈ സൂചി ഗോതമ്പ്. അതുപോലെ തന്നെ ഈ റോൾഡ് ഓട്സിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ പ്ലെയിൻ ഓട്സ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? റോൾഡ് ഓട്സിൽ നിന്ന് പ്ലെയിൻ ഓട്സിലോട്ട് വരുമ്പോൾ അവിടെ ഫൈബറിൻ്റെ കുറവ് സംഭവിക്കും, പ്രോട്ടീൻ്റെ കുറവ് സംഭവിക്കും, മാത്രമല്ല കുഞ്ഞു കുഞ്ഞു മാക്രോ ന്യൂട്രിയൻസ് എല്ലാം തന്നെ ലോസ് സംഭവിക്കും. തേർഡ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. സ്റ്റീൽ കട്ട് ഓട്സും റോൾഡ് ഓട്സും ഏകദേശം ഒരേ ഒരു കാറ്റഗറിയാണ്, മീൻസ് രണ്ടും ഓട്സിൻ്റെ ഒരു ഹോൾ ഗ്രെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ ഏതൊക്കെ കാറ്റഗറി ആരൊക്കെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ് പെർഫെക്റ്റ്. ഓക്കെ, കാര്യം ഇപ്പോൾ ഏത് യൂസിനായാലും നമുക്ക് ഈ പ്രോട്ടീൻസ് എല്ലാം വേണമല്ലോ, ഈ ഫൈബർ എല്ലാം വേണമല്ലോ. അത് കൂടിയും കുറഞ്ഞും ഓരോ സോഴ്സായിട്ട് നമുക്ക് മാറ്റി എടുക്കണം, മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം, എങ്ങനെയാണ് ഇത് പ്രിപ്പറേഷൻ ചെയ്ത് കഴിക്കുന്നത്? അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലിക്വിഡ് ഫോമിലും കഴിക്കാം, സോളിഡ് ഫോമിലും കഴിക്കാം. ലിക്വിഡ് ഫോമിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ എസ്പെഷ്യലി വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും, ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഒന്ന് ഹാർട്ട് പേഷ്യൻ്റ് ആയെന്ന് അറിയാമല്ലോ, നമ്മുടെ ഓട്സ് ഹാർട്ടിന് വളരെ നല്ലതാണെന്നാണ് ആഡ്സിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നവർ വെള്ളത്തിലോ പാലിലോ ഒക്കെ കാച്ചി കുടിക്കുന്നവർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഷുഗർ ഉള്ളവർ കൂടുതലും നൈറ്റാണ് ഓട്സ് കഴിക്കുന്നവർ കേട്ടോ. എനിക്ക് ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ അവർ തരുന്ന റിപ്ലൈയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഡിന്നർ പോറിഡ്ജ് പോലെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും ആക്ച്വലി അവരുടെ ഷുഗർ കൂട്ടുകയാണ് ചെയ്യുന്നത്. വെയിറ്റ് ലോസിന് ചെയ്യുന്നവരും ആക്ച്വലി വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ പറയും, ഞാൻ പാലിലൊന്നും കാച്ചി കുടിക്കുന്നില്ലോ, വെറും വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിട്ടാണ് ഞാൻ കാച്ചി കുടിക്കുന്നത്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇല്ല, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഓട്സ് കാച്ചുന്നതിലാണ്, അല്ലെങ്കിൽ കുറുക്കുന്നത്, പോറിഡ്ജ് പോലെ കഴിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഓട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ തിന്നായിട്ടുള്ളൊരു നാരാണ്, അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഒരു ഫൈബറുള്ളതാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഓട്സ് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ നമ്മളിങ്ങനെ കുറുക്കി കാച്ചി വരുമ്പോൾ ഇതിൽ വളരെ തിന്നായിട്ടുള്ള നാരുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് വെന്തു പോകും. ഓക്കെ, അപ്പോൾ ഇത് വെന്തു പോകുമ്പോഴത്തേക്കും അതിൽ കാർബോഹൈഡ്രേറ്റ് ആയാലും സ്റ്റാർച്ച് ആയാലും ഒന്ന് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് കഴിക്കുകയോ വീക്കിലി ട്വൈസ് കഴിക്കുകയോ അല്ലെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഫൈബർ പെട്ടെന്ന് കുറഞ്ഞു പോകും. ഇത് ഷുഗറുകാർക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ഷുഗർ ഫ്ലക്ച്വേഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനാണെങ്കിലും ഇത് പെട്ടെന്ന് വെയിറ്റ് കൂടാനും അല്ലെങ്കിൽ വെയിറ്റ് കുറയാതെ അങ്ങനെ സ്റ്റേബിളായി തന്നെ നിൽക്കാനും സാധ്യത കൂടുതലാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്മൂത്തി പോലെ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്മൂത്തി മൊത്തത്തിൽ നമുക്ക് മീൻസ് മോശമാണ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസ് ലോസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ സ്മൂത്തീസ് നമ്മൾ ഒരുപാട് നല്ല ഫൈനായിട്ട് നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക്, സ്മൂത്തി നല്ല ബ്ലെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ സംഭവിക്കുന്നത് അതിൽ 50% ഫൈബർ മുറിഞ്ഞു പോകും. ഓക്കെ, അപ്പം അങ്ങനെ മുറിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി 50% ഫൈബർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസ്യൂം ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. സോ ഇതാണ് നമ്മൾ ഓട്സ് പോറിഡ്ജ് ആയിട്ടോ ഓട്സ് നമ്മൾ സ്മൂത്തി ആയിട്ടും
അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ മിക്സിയിൽ അടിച്ച് നമ്മൾ സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലർ അതിൽ കൂടുതൽ നട്ട്സ് ആഡ് ചെയ്യാറുണ്ട്, മിൽക്ക് ആഡ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ വളരെ ഗുഡാണ്. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ചിലർ മധുരത്തിന് വേണ്ടിയിട്ട് 1-2 ഡേറ്റ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഇത് റെഗുലറായിട്ട് സ്മൂത്തി എടുക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. സോ അത് ചെയ്യുന്നത് ബാക്കി ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് അവിടെ സംഭവിക്കും. മീൻസ് നമുക്ക് ഈ നോർമൽ ഇഡ്ഡലി ആയാലും ദോശ ആയാലും പുട്ടായാലും അല്ലെങ്കിൽ നമ്മൾ നോർമൽ കഴിക്കുന്ന സൗത്ത് ഇന്ത്യൻ ടിഫിൻസ് എല്ലാം തന്നെ അതിലെല്ലാം ഓരോ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ ബോഡിക്ക് വേണം. അപ്പോൾ വെയിറ്റ് ലോസ് ആണെന്ന് കരുതി 7 ദിവസവും അല്ലെങ്കിൽ 30 ദിവസവും സ്മൂത്തി ആക്കരുത്. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ച് ഷുഗർ ആണെങ്കിലും കുറഞ്ഞോട്ടെ, വെയിറ്റ് ആണെങ്കിലും കുറഞ്ഞോട്ടെ, ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഫുഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ വെയിറ്റ് മീൻസ് അടുത്ത ഫുഡിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോയ വെയിറ്റ് വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് സ്മൂത്തീസ് നമുക്ക് യൂസ് ചെയ്യാം, ടിഫിൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓരോ ഡേയ്സും ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റി മാറ്റി എടുക്കുവാണെങ്കിൽ വളരെ ഹെൽത്തിനും നല്ലതാണ്, നമുക്ക് ബോറടിക്കത്തില്ല, വളരെ ഗുഡാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മീൻസ് റെസിപ്പി ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് പോലെ കഴിക്കാം. അതിൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസിൻ്റെ ലോസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് നൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മോർണിംഗ് കഴിക്കാൻ പറ്റുന്നതാണ് ഓവർനൈറ്റ് ഓട്സ്. സോ അതും കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഞാൻ ഈ പറഞ്ഞ നട്ട്സ് ഇടാം, സീഡ്സ് ഇടാം, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരുപാട് അതിൽ ആഡ് ചെയ്യരുത് കേട്ടോ. കാര്യം അതിൻ്റെ ഒരു ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മധുരവും, പാൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മധുരവും തന്നെ നമുക്ക് ധാരാളമാണ്. അതിൽ നമ്മൾ ശീലിച്ച് വരെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ളവർക്കും ഇത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മീൻസ് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്തെന്ന് പറയുന്നത് ഡ്രൈ ഫോമാണ്. ഈ ഡ്രൈ ഫോം എല്ലാ കാറ്റഗറിക്കാർക്കും ഒരുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. മീൻസ് പോഹ പോലെ അല്ലെങ്കിൽ ഉപ്പുമാവ് പോലെ. ഓക്കെ, ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമുക്ക് റോൾഡ് ഓട്സ് മാത്രം വെച്ചിട്ട് ഉപ്പുമാവ് പോലെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂചി ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ് ബ്രോക്കൻ അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കാം, റോൾഡ് ഓട്സ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾസും ചേർത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഓക്കെ, കാര്യം റോൾഡ് ഓട്സ് ആയാലും അതിൽ നാരുണ്ടെങ്കിലും കാർബ്സ് ഉണ്ട്. ഓക്കെ, എല്ലാത്തിലും കാർബ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യേണ്ട, മിക്സ് ചെയ്ത് മൾട്ടിഗ്രെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പുട്ടൊക്കെ ചെയ്യുന്നവരോടാണ്, ഒരിക്കലും ഓട്സ് മാത്രം വെച്ച് പുട്ടൊന്നും ചെയ്ത് കഴിക്കരുത്. നമ്മൾ ചെയ്യുന്ന അത്രയും വലിയ എഫക്റ്റ് ഒന്നും നമുക്ക് അതിന് കിട്ടില്ല. മീൻസ് ഈ പ്ലെയിൻ ഓട്സ് ഇല്ലേ, അത് മാത്രം വെച്ച് നമ്മൾ പുട്ട് ചെയ്ത് കഴിച്ചാലും അത് റൈസ് കഴിക്കുന്ന പോലെയും ഗോതമ്പ് കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതും ചെയ്യേണ്ടത് കമ്പൈൻ ചെയ്യാം. മില്ലറ്റ്സിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ റൈസ് ഫ്ലോറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാം, വീറ്റ് ഫ്ലോറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാം. സോ ഏതെങ്കിലും ഫ്ലോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉപ്മാവ് പോലെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ പോറിഡ്ജ് മീൻസ് നമുക്കിപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യാതെ, ഇപ്പോൾ റോൾഡ് ഓട്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഉപ്മാവ് പോലെ കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച്, ഇപ്പോൾ ഒരുപാട് ചവച്ചരയ്ക്കാൻ പറ്റാത്ത ആളാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരുപാട് ഡീപ്പ് കുക്ക് ചെയ്യാതെ അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മളൊരു ജനറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ഉദ്ദേശിച്ചത് കുറച്ചൊരു പുതിയ തലമുറക്കാർ അവരുടെ പാരൻസിനെയും അവരുടെ ഗ്രാൻഡ് പാരൻസിനും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഓട്സ്. കാര്യം ഇപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്കോ അവർക്കൊക്കെ ചിലപ്പോൾ ഷുഗർ ന്യൂലി ഡിറ്റക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഷുഗർ ഉള്ളതായിരിക്കാം. അപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ ഇതുപോലെ ഓരോ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നോളജബിൾ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യും, ഓട്സ് കഴിച്ചാൽ മതി കേട്ടോ, ഓട്സ് കഴിച്ച് ഇപ്പോൾ അമ്മയുടെ ഷുഗർ കുറയും, അല്ലെങ്കിൽ അച്ഛൻ്റെ ഷുഗർ കുറയും, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മമ്മയ്ക്കൊക്കെ ഇനി രാത്രി കഴിച്ച് അവർക്കൊന്നും ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമില്ല കേട്ടോ. കാര്യം എൻ്റെ വരുന്ന കുറച്ച് നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള അച്ഛനമ്മമാർ അല്ലെങ്കിൽ അപ്പൂപ്പനമ്മമ്മ ആ ഒരു കാറ്റഗറിയിലുള്ളവരും നമ്മൾ പറയും ഓട്സ് നല്ലതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അവർ പറയും അയ്യോ മോളെ എനിക്കിനി ഈ പ്രായത്തിൽ എനിക്കിനി ഓട്സ് ഒന്നും കഴിക്കാൻ വയ്യ, നമുക്ക് നോർമൽ ഇഡ്ഡലി ദോശ അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവരെ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പുഷ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ഇല്ല ഇത് കഴിച്ചേ പറ്റൂ അങ്ങനെ പറയരുത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓട്സിൻ്റെ അതേപോലെ തന്നെയാണ് ഈ അരിയിലും ഗോതമ്പിലും എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അവർക്ക് ദോശയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നോർമൽ ഇഡ്ഡലി ദോശ അരച്ച ബാറ്ററിൽ കുറച്ച് ഓട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മില്ലറ്റ്സ് അല്പം ആഡ് ചെയ്തിട്ട് ആ മാവ് ഉപയോഗിച്ച് ഇഡ്ഡലി ദോശ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക, അവിടെ പ്രശ്നം സോൾവ് ആയി. ഓക്കെ, അപ്പോൾ മുതിർന്നവർക്കായാലും നമുക്കായാലും നമ്മുടെ ഒരു കംഫർട്ട് സോണാണ് ഏറ്റവും ബെറ്റർ അല്ലേ.
അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ലീവ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കൺസെപ്റ്റ് അതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നതെന്നല്ല. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക, ഒരു ടേസ്റ്റി ഫുഡ് കഴിക്കുക. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഡയഗ്നോസിസ് ആയി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ഡയഗ്നോസിസ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ സഫർ ചെയ്ത് അത് മാത്രം കണ്ടിന്യൂസ് എന്നും രാത്രി ഓട്സ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ എന്നും രാത്രി ഒരു ഗോതമ്പ് മാത്രം കഴിക്കുക, അപ്പോൾ അല്ലെങ്കിൽ സാലഡ്സ് മാത്രം കഴിക്കുക, ഇതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനായാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുപ്പ് വരും, സ്ട്രെസ്സ് വരും, സഫക്കേഷൻസ് വരും. സോ അത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നമ്മൾ മുതിർന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, എല്ലാ ദിവസവും ഒന്നും കഴിക്കേണ്ട, അതിൽ ഒരു 4-5 ദിവസം കഴിക്കുകയോ അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് മാറ്റിക്കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഏകദേശം ഓട്സിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളൊരു വേറെ എന്തെങ്കിലും, എല്ലാം ഞാൻ കമൻറ്റ് നോക്കിയാണ് കേട്ടോ. സത്യം ടു ബി ഫ്രാങ്കോ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ അടുത്ത ഏത് വീഡിയോ ഇടണമെന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ പേര് ഏതാണോ സജസ്റ്റ് ചെയ്യുന്നത് അതാണ് ഈ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഓക്കെ.